ചാനലിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിലേക്ക് എത്രയും പെട്ടെന്ന് ഈ അറിയിപ്പ് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച് പരിശോധന നടത്തുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രം ഹാജരാക്കണം എന്നുള്ളതാണ് പുതിയ നിയമം. ഡിസംബർ 30 വരെ എല്ലാമായിരിക്കും ഇതിൻ്റെ സമയം നൽകുക. നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഏതാണോ അവിടെയാണ് സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത്. പെൻഷൻ വാങ്ങുന്നവരിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് ഇത് സമർപ്പിക്കേണ്ടത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ രേഖ ആവശ്യമില്ല. 60 വയസ്സിന് താഴെയുള്ളവരെല്ലാം ഈ രേഖ ഹാജരാക്കേണ്ടതുണ്ട്. പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സാക്ഷ്യപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നുണ്ട്. എന്നാണോ പിന്നീട് ഈ രേഖ ഹാജരാക്കുന്നത് അന്ന് മാത്രമായിരിക്കും പെൻഷൻ കിട്ടി തുടങ്ങുക. നേരത്തെ പറഞ്ഞ 2 വിഭാഗങ്ങളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 2025 പെൻഷൻ മുടങ്ങിപ്പോവാതിരിക്കാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരും മറ്റുള്ള പെൻഷൻ വാങ്ങുന്നവരൊന്നും തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ഇനി ഇവർ മറ്റെന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. വരുമാനം സംബന്ധിച്ച രേഖകളാണ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് പലർക്കും സംശയമുള്ളത്. അതിനു വേണ്ട തീരുമാനം എടുക്കുന്ന സമയത്ത് മാത്രമേ വേണോ എന്നുള്ളത് അറിയുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ വിധവകൾക്കും അവിവാഹിതരായ സ്ത്രീകൾക്കും മാത്രമേ സാക്ഷ്യപത്രം ഹാജരാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതും 60 വയസ്സ് തികയാത്ത സ്ത്രീകൾക്ക് മാത്രമാണ്. ആയതിനാൽ സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.